ും ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഹനുമാൻ ചാലിസ ജപിച്ചാലുള്ള ഗുണങ്ങളെ പറ്റിയാണ്. ഹനുമാൻ ചാലിസയുമായി ബന്ധപ്പെട്ട് അധികം അറിയപ്പെടാത്ത ചില വസ്തുതകളും ഗുണങ്ങളും ഹനുമാൻ ചാലിസയുടെ ഐതിഹ്യങ്ങളും ആദ്യം മനസ്സിലാക്കാം. ഹനുമാൻ ചാലിസയുമായി ബന്ധപ്പെട്ട് രസകരമായ വിശ്വാസങ്ങളും ഇതോടൊപ്പം മനസ്സിലാക്കാം. ഹനുമാൻ ചാലിസ രചിച്ചത് പ്രശസ്ത കവിയായ തുളസീദാസാണ്. അദ്ദേഹം ഒരു വലിയ രാമഭക്തനായിരുന്നു. 40 ശ്ലോകങ്ങളാണ് ഇതിൽ ഉള്ളത്. അതിൽ നിന്നുമാണ് ചാലിസ എന്ന പേരുണ്ടായത്. ഹനുമാൻ ചാലിസയുമായി ബന്ധപ്പെട്ട് നിഗൂഢമായ ദിവ്യത്വമുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രായഭേദമന്യേ ആർക്കും ഈ 40 ശ്ലോകങ്ങളും ജപിക്കാം. ഏതാനും തവണ ജപിച്ചു കഴിയുമ്പോൾ തന്നെ അറിയാതെ ഇവ ഓർമ്മയിൽ തെളിഞ്ഞു വരുമെന്നാണ് പറയുന്നത്. ഹനുമാൻ ചാലിസയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ഒരിക്കൽ തുളസീദാസ് ഔറംഗസേബിനെ കാണാൻ പോയി. ചക്രവർത്തി അദ്ദേഹം എഴുതി തുടങ്ങിയത്. ഹനുമാൻ ചാലിസ ജപിക്കേണ്ട സമയം പ്രഭാതത്തിൽ കുളി കഴിഞ്ഞു മാത്രമേ ഹനുമാൻ ചാലിസ ജപിക്കാവൂ. സൂര്യാസ്തമയത്തിന് ശേഷവും ജപിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കൈയും കാലും മുഖവും തീർച്ചയായിട്ടും കഴുകിയിട്ട് വേണം ജപിക്കാൻ. ഹിന്ദുക്കൾക്കിടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു വിശ്വാസമാണ് ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ ദുർഭൂതങ്ങളെ അകറ്റുന്നത് ഉൾപ്പെടെ ഗുരുതരമായ എന്ത് പ്രശ്നങ്ങളിലും ഹനുമാന്റെ ദൈവികമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശനിയുടെ കാഠിന്യം വളരെയധികം കുറയ്ക്കാൻ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ്. ഐതിഹ്യങ്ങൾ പറയുന്നത് ശനിദേവന് ഹനുമാന് ഭയമാണ് എന്നാണ്. അതുകൊണ്ട് ഹനുമാൻ ചാലിസ ജപിച്ചാൽ ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ കഴിയും. ജാതകത്തിൽ ശനിദോഷമുള്ളവർ ഹനുമാൻ ചാലിസ ജപിക്കുക. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ ദുർഭൂതങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും അകന്നു നിൽക്കാൻ സഹായിക്കുന്ന ദേവനാണ് ഹനുമാൻ സ്വാമി. രാത്രിയിൽ ദുസ്വപ്നങ്ങൾ വിഷമിപ്പിക്കാറുണ്ടെങ്കിൽ തലയിണയുടെ അടിയിൽ ഹനുമാൻ ചാലിസ വെച്ചാൽ ശാന്തമായി ഉറങ്ങാൻ കഴിയുമെന്നാണ് വിശ്വാസം. അറിഞ്ഞും അറിയാതെയും നമ്മൾ പല തെറ്റുകളും ചെയ്യാറുണ്ട്, അല്ലേ? ഹിന്ദുമത വിശ്വാസങ്ങളനുസരിച്ച് ജനന മരണ ചക്രത്തിൽ നമ്മൾ ബന്ധിതരാകുന്നത് നമ്മുടെ പാപങ്ങളുടെ ഫലമായിട്ടാണെന്നാണ് പറയുന്നത്. ഹനുമാൻ ചാലിസയുടെ പ്രാരംഭ ശ്ലോകങ്ങൾ ജപിക്കുന്നതിലൂടെ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഗണേശ ഭഗവാനെ പോലെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീക്കാൻ ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് കഴിയുമെന്നാണ് പറയുന്നത്. പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഒരാൾ ഹനുമാൻ ചാലിസ ജപിക്കുന്നതെങ്കിൽ ഹനുമാന്റെ ദൈവികമായ സംരക്ഷണമാണ് അയാൾ ക്ഷണിക്കുന്നത്. തന്റെ വിശ്വാസികൾക്ക് ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും നേരിടേണ്ടി വരില്ല എന്ന് ഹനുമാൻ സ്വാമി ഉറപ്പുവരുത്തുമെന്നാണ് നമുക്ക് വിശ്വാസം. പിന്നെ പ്രഭാതത്തിൽ ആദ്യം ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ദിവസം തന്നെ മികച്ചതാകും. ശാന്തത അനുഭവപ്പെടുകയും ജീവിത നിയന്ത്രണത്തിലാണെന്ന് തോന്നുകയും ചെയ്യും. ഹനുമാൻ ചാലിസ ജപിക്കുന്നതിലൂടെ ദൈവികമായ ശക്തി ഉള്ളിൽ നിറയും. പിന്നെ വാഹനങ്ങളിൽ ഹനുമാന്റെ ചെറിയ രൂപങ്ങൾ വെച്ചാൽ അപകടങ്ങളൊന്നുമില്ലാതെ യാത്ര വിജയകരമാക്കാൻ ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് സഹായിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഹനുമാൻ ചാലിസ ജപിക്കുന്നതും കേൾക്കുന്നതും അവിശ്വസനീയമായ ഫലങ്ങളാണ് നൽകുന്നത്. തികഞ്ഞ വിശ്വാസത്തോടെ ഭക്തർ ഈ 40 ശ്ലോകങ്ങൾ ജപിക്കുകയാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം. ചാലിസ പതിവായി ജപിക്കുകയാണെങ്കിൽ ഹനുമാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാവുകയും ശ്രേഷ്ഠമായ ശക്തി ലഭിക്കുകയും ചെയ്യും. ഹനുമാൻ ചാലിസ ജപിക്കുന്ന ഭക്തർക്ക് ദൈവികമായ ആത്മജ്ഞാനം ലഭിക്കും. ആത്മീയ വഴിയെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹനുമാൻ യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കുകയും ഭൗതിക ചിന്തകൾ അകറ്റി മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഹനുമാൻ ചാലിസ ഉറക്കെ ജപിക്കുന്നതിലൂടെ പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയുകയും ദിവസം മുഴുവൻ സമാധാനം അനുഭവപ്പെടുകയും ചെയ്യും. ഇത് അലസതയും മടിയും അകറ്റി കാര്യക്ഷമത കൂട്ടാനും തലവേദന, ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, വിഷാദം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഭേദമാക്കാനും ഇത് വളരെയധികം സഹായിക്കും.
പിന്നെ ചീത്ത കൂട്ടുകെട്ടുകളിൽപ്പെട്ടവരെയും ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടവരെയും നവീകരിക്കാൻ ഹനുമാൻ ചാലിസ സഹായിക്കും. ഹനുമാൻ ചാലിസയിൽ നിന്ന് രൂപപ്പെടുന്ന ഊർജം ഭക്തരുടെ മനസ്സിൽ ഐശ്വര്യവും ഭക്തിയും നിറയ്ക്കും. പൂർണ്ണ മനസ്സോടെയും ഭക്തിയോടെയും എല്ലാ ദിവസവും ഹനുമാൻ ചാലിസ ജപിച്ചാൽ കുടുംബത്തിലെ വിയോജിപ്പുകളും തർക്കങ്ങളും ഇല്ലാതായി സന്തോഷവും സമാധാനവും ഐക്യവും നിറഞ്ഞ ജീവിതം ലഭിക്കുമെന്നാണ് പറയുന്നത്. ചീത്ത ചിന്തകൾ നീക്കം ചെയ്ത് ബന്ധങ്ങളിലെ ഐക്യം നിലനിർത്താൻ കഴിയും. പിന്നെ ഹനുമാൻ ചാലിസയിലെ ഒരു ശ്ലോകമായ ഭൂത പിശാച് നികട്ട് നഹി ആവേ മഹാബീർ ജബ് നാം സുനാവേ അർത്ഥമാക്കുന്നത് ഇവയാണ്. ഹനുമാന്റെ നാമവും ഹനുമാൻ ചാലിസയും ഉച്ചത്തിൽ ജപിക്കുന്നവരെ ഒരു ദുഷ്ടശക്തിയും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. കുടുംബാംഗങ്ങളുടെ മനസ്സിൽ നിന്നും നിഷേധാത്മകത എല്ലാം നീക്കം ചെയ്ത് കുടുംബത്തിൽ ഐക്യവും സമാധാനവും നിലനിർത്തും. അനേക ഗുണങ്ങളാണ് ഹനുമാൻ ചാലിസ ജപിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഹനുമാൻ ചാലിസ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കും. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.